സർ, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനായി കിഫ്ബി മുഖാന്തരം മാറ്റിവെക്കാനും അതേപോലെ തന്നെ നാം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകുന്നതിനു വേണ്ടി KSSPL കമ്പനി വഴി ധനസമാഹരണം നടത്തുവാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അങ്ങേയറ്റം സൗദ്ദേശപരമായിട്ടുള്ളതാണ്. എല്ലാവരും അതാ തരത്തിൽ കാണുന്നതുമാണ്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധി 2021-22 സാമ്പത്തിക വർഷം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത്. ഇതിൽ കാണേണ്ട ഒരു വസ്തുത, 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. ആ ശുപാർശകൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം 281 പ്രകാരം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അറിയിച്ച വ്യവസ്ഥകൾ മറികടന്നുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം ഏകപക്ഷീയമായി കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇതാണ് നാം കാണേണ്ടത്.